ഹലോ, ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ നോക്കാൻ പോകുന്നത് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ ഞങ്ങൾ വന്നപ്പോൾ എന്തൊക്കെയാണ് രാവിലെ തൊട്ട് രാത്രി വരെ കഴിച്ചതെന്നാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ വണ്ടിത്താവളം എന്ന് പറയുന്നൊരു കട നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഹോട്ടലായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ഫുഡും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു KSRTCൻ്റെ ഇത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ കയറിയത്. ഇത് വടകരയ്ക്കും കൊയിലാണ്ടിക്കും ഇടയിലാണ് ഞങ്ങൾ നിർത്തിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് വെള്ളയപ്പവും മുട്ട റോസ്റ്റും ചായയും പിന്നെ ഒരു കറി ഉണ്ടായിരുന്നു, വെജിറ്റബിൾ ഗ്രീൻ ബീൻസ് കറി, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ബോർഡിലൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചയായപ്പോൾ ഇത് തൃശ്ശൂർ എത്താനായപ്പോഴാണോ എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്, അവിടെ നിന്നാണ് ഈ ഒരു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. നല്ല അവിടെ കയറുമ്പം വലിയ ഇതൊന്നും ഇല്ലായിരുന്നു എന്താ കഴിക്കേണ്ടതെന്ന്. കയറി കഴിഞ്ഞപ്പോൾ പിന്നെ വിചാരിച്ചു എന്തായാലും മന്തി കഴിക്കാം. അങ്ങനെ പിന്നെ മന്തി കഴിച്ചു. പിന്നെ ബൈക്കിൽ വരുന്നതുകൊണ്ട് തന്നെ മന്തി കഴിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഉറക്കം വരും, എന്നാലും വേണ്ടില്ല മന്തി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ മന്തി കഴിച്ചു. അച്ചൂട്ടന് ഒരു ചോറും സാമ്പാറുമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കടയൊക്കെ അടിപൊളി ലുക്കാണെങ്കിലും എനിക്ക് മന്തി എന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ആരെങ്കിലുമൊക്കെ ഈ കടയിൽ നിന്ന് കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയണേ. എന്തായാലും ഞങ്ങൾ അൽഫാം മന്തി ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല, കഴിച്ചു, അത്ര തന്നെ. എനിക്കത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞാൻ ഇവിടെ നിന്നൊക്കെ കഴിച്ചതും പിന്നെ കോഴിക്കോട് നിന്ന് കഴിച്ചൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് കുറേ ഇങ്ങെത്തി കഴിഞ്ഞ് എവിടെയാണെന്നതിന് പോലും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ കുറേ നേരമായി കരിമ്പ് ജ്യൂസ് കുടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കരിമ്പ് ജ്യൂസ് കുടിച്ച് ഞാൻ ഒന്നല്ല കേട്ടോ 2 കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് മന്തി കഴിച്ചുകൊണ്ടാണോ എന്തോ ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. ബൈക്കായതുകൊണ്ട് തന്നെ നമുക്ക് കണ്ണൊന്ന് അടഞ്ഞു പോയാൽ മതിയല്ലോ, പുറകോട്ടെങ്ങാനും വീണാലോ എന്ന് വെച്ച് പിന്നെ ഞാൻ ഒന്നും കൂടെ 2 കരിമ്പ് ജ്യൂസ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുറേ സമയം 6-7 മണിയൊക്കെ ആയ സമയത്താണ്, 6:30 ആയെന്ന് തോന്നുന്നു, പിന്നെ കുറേ ഇങ്ങ് കോട്ടയമൊക്കെ എത്താനായപ്പോഴാണ് ഈ ഒരു സംഭവം കഴിച്ചത്. ചായയും മുട്ട ഓംപ്ലേറ്റും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വേറെ ഒന്നും കഴിച്ചില്ലായിരുന്നു കേട്ടോ. പിന്നെ ഒരൊറ്റ വിടൽ വിട്ടു. പിന്നെ അത് കഴിഞ്ഞ് നേരെ വന്നിതാ, ഇത് പന്തളത്താണ്. പന്തളത്തുനിന്ന് 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ക്ലോസിങ് ടൈം ആയതുകൊണ്ട് തന്നെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. നല്ല അടിപൊളി വൈബുള്ളൊരു കട, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു ലുക്ക് ഉണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി രാത്രി 2 മണിയായിട്ടോ. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇന്ന് ഈ പ്രാവശ്യമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണോ എന്തായാലും നല്ല ലേറ്റ് ആയിട്ടാണ് എത്തിയത്. 2 മണി രാത്രിക്കാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്, തിരിച്ച് തിരുവനന്തപുരത്ത് എത്തിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.